കേരളത്തിൽ ഈ വർഷം നടന്ന ഓണാഘോഷങ്ങൾ കണ്ട് മനസ്സുവേദനിച്ച ഒരു ഹുദവിയുടെ വികാരപ്പെടലുകളും വിചാരപ്പെടലുകളും നമുക്കൊന്ന് കേൾക്കാം. കേരളത്തിലെ ഹൈന്ദവ സമുദായത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് വലിയ സഹതാപമുണ്ട്. കേരളത്തിൽ ഓണത്തിലേക്ക് ഒരുപാട് മുസ്ലിം കുട്ടികൾ ഇറങ്ങിത്തിരിച്ചത് കണ്ടുകൊണ്ട് ഹുദവി വേദനിക്കുകയാണ്. അങ്ങേരുടെ വേദന ഹൈന്ദവർക്ക് ഓണം ആഘോഷിക്കാൻ കൊടുക്കാതെ മുസ്ലിമീങ്ങൾ അത് ഏറ്റുപിടിച്ചു എന്നുള്ളതാണ്. ആ സങ്കടമൊക്കെ വളരെ പ്രസക്തമാണ്. ഇനി എന്താണ് അയാളെ പ്രശ്നം എന്നുകൂടി കേട്ടു നോക്കാം. കാരണം എല്ലാ ആഘോഷങ്ങളും അവരുടെ കയ്യിൽ നിന്ന് പോയിരിക്കണം. കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഓണം ആഘോഷിക്കുന്നത് ഹൈന്ദവ സമുദായമൊന്നുമല്ല, മുസ്ലിം സമുദായത്തിലെ കുട്ടികളാണ്, പ്രത്യേകിച്ച് പെൺകുട്ടികൾ. എങ്ങനെയാണ് ഹൈന്ദവ സമൂഹത്തിന്റെ കൈകളിൽ നിന്ന് ഈ ഓണാഘോഷം മുസ്ലിം സമുദായം ഇത്രയും വ്യാപകമായി തട്ടിയെടുത്തത്? അതിനുള്ള ഒരു സാമുദായിക പശ്ചാത്തലം നമുക്കിടയിൽ എങ്ങനെയാണ് രൂപപ്പെട്ടു വന്നത് എന്ന് ഹുദവി എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഞാനൊരു സംഗതിയും കൂടി വേറെ കേൾപ്പിച്ചു തരാം. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. മുസ്ലിം പള്ളികളിൽ നിന്ന് പണ്ഡിതന്മാരും ഉലമാക്കളും ഒക്കെ വ്യാപകമായി മുസ്ലിം സമുദായത്തെ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അത്തരം കാര്യങ്ങളുടെ മുൻനിരയിൽ നിന്നുകൊണ്ട് അതിനൊക്കെ പ്രചോദനം നൽകിയതിൽ ആർക്കാണ് ഹുദവി പങ്കുള്ളത്? ഈ നാട്ടിലെ മുസ്ലിം മഹല്ലത്തുകളുടെ ഏറ്റവും സമുന്നതമായ ഖാദി സ്ഥാനത്ത് നിൽക്കുന്നവർ, സമുദായം ഏറ്റവും കൂടുതൽ റോൾ മോഡലായി കാണുന്ന വ്യക്തിത്വങ്ങൾ ഇത്തരം ആഘോഷ രീതികളിലേക്ക് വളരെ സുതാര്യമായും വ്യാപകമായും ഇറങ്ങിത്തിരിച്ചതിന്റെ ഒരു ദുരന്തം കൂടിയാണ് താങ്കൾ യാത്രാവേളയിൽ കണ്ട അത്തരം കലാപ്രകടനങ്ങളുടെ കാരണമെന്ന് നിങ്ങൾ മറന്നുപോകാൻ പാടില്ല. പിന്നെ ഓണാഘോഷങ്ങളുടെ പേരിൽ തെരുവിൽ തുള്ളിക്കൊണ്ടിരിക്കുന്ന പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും ഒക്കെ കാര്യം ആലോചിച്ചും പ്രിയപ്പെട്ട ഹുദവി സങ്കടപ്പെടുന്നുണ്ട്. ആലോചിച്ചിട്ടുണ്ടോ ഹുദവി? എത്ര രാഷ്ട്രീയ വേദികളിൽ താങ്കൾ പ്രഭാഷകനായി കടന്നു ചെല്ലുന്നുണ്ട്. ആ രാഷ്ട്രീയ വേദികളിൽ നിന്ന് താങ്കൾ ഇറങ്ങിപ്പോന്നാൽ, അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരിക്കെ തന്നെ അവിടെ പിന്നെ നടക്കുന്ന കലാപരിപാടി എന്താണ്? താങ്കൾ എന്താണോ തെരുവിൽ ഓണാഘോഷത്തിന് വേണ്ടി കണ്ടത്, അതിന്റെ മറ്റു ചില വേർഷനുകൾ സാമുദായിക രാഷ്ട്രീയത്തിൽ താങ്കൾ പ്രഭാഷണം നടത്തിപ്പോരുന്ന വേദികളിൽ നടക്കുന്നില്ലേ? ഇത്തരം തെറ്റുകളുടെ ഗൗരവം സമുദായത്തിൽ കുറഞ്ഞു വരികയും അതൊക്കെ സാമാന്യവൽക്കരിക്കപ്പെടുകയും ചെയ്തതിന്റെ പിന്നിൽ താങ്കൾക്ക് കൂടി ചെറിയൊരു പങ്കുണ്ടോ എന്ന് പുനരാലോചന നടത്താൻ താങ്കളുടെ യാത്രാവേളകളിൽ കണ്ട ദുരന്തം താങ്കൾക്ക് കാരണമാകണ്ടേ? നിങ്ങൾ അതിന്റെ അവകാശികൾക്ക് വകവെച്ച് നൽകുക. ഇതായിരുന്നു സമുദായത്തിലെ സമുന്നതരായ ആളുകളൊക്കെ ക്രിസ്തുമസിലും ഓണത്തിലൊക്കെ വ്യാപകമായി പങ്കാളികളായപ്പോ ആലിമീങ്ങൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ആ പറയുന്ന ആലിമീങ്ങളെ തെറി പറയാനും അവരെ ആക്ഷേപിക്കുവാനും അവരെ വിവിധ ചാപ്പുകളും മുദ്രകളും ചാർത്തി ആക്ഷേപിക്കാനുമല്ലേ ഹുദവി പലപ്പോഴും താങ്കൾക്ക് വേദി കെട്ടിത്തരുന്ന താങ്കളുടെ കൂടി അണികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഗൗരവമായ പുനരാലോചനകളും പരിഹാരക്രിയകളും തെറ്റുതിരുത്തലുകളും സ്വന്തം പാളയത്തിൽ നിന്ന് തുടങ്ങാതെ എങ്ങനെയാണ് ഹുദവി ഈ തലമുറയെ നമുക്ക് തിരുത്താൻ സാധിക്കുക? സാന്ദർഭികമായി ഇത് കേൾക്കുന്ന ഈ സമുദായത്തിലെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, യുവാക്കളോട് സ്നേഹബുദ്ധിയ ഉണർത്താനുള്ളത്, ഓണാഘോഷങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ സംഭവിക്കുന്ന മതപരമായൊരു തിന്മ എന്നതോടൊപ്പം തന്നെ ഇന്ന് അത്തരം കാര്യങ്ങൾ സമുദായത്തെ വെല്ലുവിളിക്കാനും സമുദായത്തിന്റെ അസ്തിത്വം ചോദ്യം ചെയ്യാനും ഈ രാജ്യത്തെ ഹിന്ദുത്വ ശക്തികളും നിരീശ്വരവാദികളും നിങ്ങളെ ഒരു ടൂളായി, നിങ്ങളെ ഒരു ഉപകരണവും ആയുധവുമായി ഉപയോഗിച്ചുകൊണ്ട് സമുദായത്തിന് നേരെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്ന തിരിച്ചറിവ് നമ്മൾ നേടിയില്ലെങ്കിൽ ഈ സമുദായത്തെ അപഹസിക്കുന്നതിലും ആക്രമിക്കുന്നതിലും നാം അറിയാതെ നമ്മൾ ഉപകരണവും പങ്കാളികളുമായി തീരുമെന്ന ഗൗരവപ്പെട്ട ചിന്തകൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ മനസ്സിലുണ്ടാകണമെന്ന് സാന്ദർഭികമായി അത്തരം സുഹൃത്തുക്കളോടും ഓർമ്മപ്പെടുത്തുകയാണ്.